ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മളൊരു നോമ്പ് തുറ വീഡിയോ ആണ് കേട്ടോ. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് നല്ല ജീരകക്കഞ്ഞി ഉണ്ടാക്കി. പിന്നെ നമ്മളെ നോമ്പ് കഞ്ഞി പള്ളിക്കൽ കിട്ടിയ കുറച്ച് ചിക്കനുണ്ട്, അതൊക്കെ മസാല അങ്ങനെ. ഇത് എനിക്കെൻ്റെ വല്യമ്മ പഠിപ്പിച്ചു തന്നതാണ്. പഴയ ജീരകക്കഞ്ഞിയാണ് കേട്ടോ, മറ്റേതല്ല. പിന്നെ ഞാൻ റവ തരിക്കഞ്ഞി ഉണ്ടാക്കി. പിന്നെ ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ മലബാറി സ്റ്റൈലിൽ ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കും. ഞാൻ അങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കാറില്ല. ഇങ്ങനത്തെ ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണം. പിന്നെ അതുമല്ല, ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റാണ് ഉണ്ടാക്കിയെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചെമ്മീൻ ആദ്യം നല്ല മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്ത്, പിന്നെ മസാലയൊക്കെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഇതാക്കി. പിന്നെ റൈസ് ഞാൻ കുക്കറിലിട്ടത്, ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുക്കറിൽ റൈസ് വേവിച്ചിട്ട് ഒരു വിസിലിട്ട് വേവിച്ചിട്ട് പിന്നെ ഞാൻ ദമ്മിന് നല്ല കാഷ്യൂവും മറ്റേ ഉള്ളിയൊക്കെ വറുത്ത് അതൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് നോക്കി, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ നമ്മളെ മുളക് ബജ്ജി ഉണ്ടാക്കി. പിന്നെ അതിൽ തന്നെ മസാല ബാക്കിയായപ്പോൾ ഉള്ളി പക്കോട ഉണ്ടാക്കി. പിന്നെ സമൂസ ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ നോമ്പ് തുറന്നു. അത് അമ്മൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ല മണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറന്ന് ബാങ്ക് കൊടുത്തപ്പോൾ ദുആ ചൊല്ലി ഞങ്ങൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ വിട പറയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നോമ്പായപ്പോൾ വലിയ വീഡിയോസ് ഇടാൻ ഭയങ്കര എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാനിട്ടൊന്നും വീഡിയോസ് കുറവായിരുന്നു. കാരണം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലും തിരക്കും നോമ്പ് തുറക്കലും പിന്നെ എല്ലാം കൂടി ആയിട്ടെല്ലാം ഭയങ്കര ചൂടും ക്ഷീണവും എല്ലാം ആയിട്ട് കുറേ. പിന്നെ ഇടയിൽ കുറേ ഹോസ്പിറ്റലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വഴിയെ ഹോസ്പിറ്റലുണ്ടായ ഒരു സംഭവം ഞാൻ വീഡിയോയിൽ വേറെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നോമ്പിന് പറയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സങ്കടം ഉണ്ടായി. പറയാൻ പറ്റത്തല്ല, ഒരു സങ്കടം നോമ്പ് തുറയിൽ ആയിരുന്നു, നോമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂട്ടട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ഇൻഷാ അല്ലാഹ്. ബൈ.